നിങ്ങൾ കയറിട്ട് വീടി പേടിയാണ് വീഴോ നിങ്ങൾ കയറി ഇല്ല അപ്പൊ ഇല്ലിക്കൽ കല്ലിന്റെ പാർക്കിംഗ് സെക്ഷൻ ഉണ്ടോ ഭയങ്കര വൈബാണ് ഇല്ലിക്കൽ കല്ലിന്റെ പാർക്കിംഗ് സെക്ഷനിലാണ്ടാ ഇവിടെ നിന്ന് ഇനി പാസ് എടുക്കണം എന്നാലും അവരുടെ വണ്ടിയിൽ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളത് അവരുടെ വണ്ടിയിൽ ജീപ്പിലാണ് മുകളിലേക്ക് കയറാണ്ട. ഒരാൾക്ക് 60 രൂപ എടുത്താണ്ട് ചാർജ് വരുന്നത്. 4 ജീപ്പുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. അപ്പോൾ 2016 ഒരു അപകടത്തിന് ശേഷമാണ് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ വന്നേക്കാം. അങ്ങനെ ജീപ്പിൻ്റെ ബാക്കിലാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അങ്ങനെ സീറ്റിൻ്റെ പിറകിൽ നിന്നിട്ട് നല്ല കുടുക്കുണ്ട്. എന്നാലും നല്ല അതിമനോഹരമായിട്ടുള്ള ലൈഫിൽ ഇന്ന് വരെ കാണാത്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2-3 മിനിറ്റിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മുകളിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് കണ്ണ് തള്ളിപ്പോയത് ഗൈസ്. ദാ കാണുന്ന കുന്നിൻ്റെ മുകളിൽ കയറണം. എൻ്റെ കിളിയും കുളിക്കൂടും പോയി. വെയിലാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വെയിലും, ഒരു കൊട പോലും ഇല്ല. അങ്ങനെ ഞങ്ങൾ 2 വണ്ടി കയറാണ്ട് വന്നത്. വണ്ടിയിലുള്ള ആളുകൾ ഇറങ്ങാണ്ട. എൻ്റെ ദൈവമേ കുന്ന് കണ്ടിട്ടില്ല, കിളി പറന്ന് നോക്കി. വെയിലത്ത് കയറേണ്ട സ്ഥലം ആ അറ്റത്ത് നിങ്ങൾ കാണുന്ന മലയില്ല, അതിൻ്റെ അറ്റത്ത് കയറണം. രക്ഷയില്ലാത്ത അവസ്ഥ ഉണ്ട്. എൻ്റെ പൊന്നെ വൈബൊക്കെ ഒരു സെറ്റാണ്. പക്ഷെ ഈ വെയിലത്ത് എങ്ങനെ അത്രയും ദൂരം നടന്ന് കയറുമെന്നാണ്. അപ്പൊ ഞങ്ങളിത് കയറി വേണ്ട. എല്ലാ യങ്ങായിട്ടുള്ള എല്ലാ ചെറുപ്പക്കാരും കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ എങ്ങനെയാണ് നോക്കിയേ? ഹായ്, ഇത് അടിപൊളി കയറ്റമാണ്. എല്ലാവരും വരിക. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. ഈ മലയെന്ന് പറയുമ്പോൾ കയറുമെന്ന് പറയുന്നത് നമ്മളൊരു 60 രൂപ കൊടുത്ത് ട്രക്കിന് വന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കയറ്റം അത് സൂപ്പറാണ്. നോക്കിയേ, ജീവിതത്തിന്റെ ഭാഗമായി ഇത് കയറിയില്ലെങ്കിൽ തീരാ നഷ്ടമാണ്. ചേച്ചിമാരൊക്കെ കേറിയാ ചേച്ചി എവിടെന്നാണ്? ചങ്ങനാശ്ശേരി. ഞങ്ങള് വൈപ്പിൻ. ഞങ്ങൾ വൈപ്പിൻ. ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നതാ. ഇതേപോലത്തെ കുറേ ചേച്ചിമാരെ നമ്മളെ വെച്ച് കണ്ടുകൊണ്ടിട്ടാ. അവരൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുവാണ് ഇവിടെ. ഈ ചേച്ചിമാരും അമ്മൂമ്മമാരൊക്കെ മല കയറി മല ഇറങ്ങുന്ന കാണുമ്പോഴൊക്കെ ടെൻഷനായി പോട്ടെ. കാരണം ഇത്രയും ചെങ്കുത്തായ മല അവർ കയറി ഇറങ്ങുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ പേടിയായി പോകും. അത്തരത്തിലുള്ള കാഴ്ച എൻ്റെ ഇവിടെ. ആ മല ഏറ്റവും സ്പീഡിൽ കയറുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള 74 വയസ്സുകാരനാണ്ടാ. ഇത് ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു മലകയറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ അഡ്വഞ്ചറസ്. നമ്മൾ സാധാരണ ശബരിമലയൊക്കെ മറ്റൊക്കെ പോകുമ്പോൾ ഒന്നും വലിയ സീനില്ല. പക്ഷെ ഇത് സീൻ കുത്തനെയുള്ള കയറ്റം. ഇല്ലിക്കല്ല് സീനാണ്. തിരുവാതിരക്കളി അവിടെ തിരുവാതിരക്കളി അതിനുള്ളിൽ നമ്മൾ റെസ്റ്റ് ചെയ്തില്ലേ? കുറച്ച് തൊഴിലുറപ്പ് ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു. അവര് ചങ്ങനാശ്ശേരിന്ന്. നല്ല പ്രായമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അവർ ഇതിലേ കയറിപ്പോണ കാഴ്ച കാണാനല്ലേ വെറുതെ ഞെട്ടിപ്പോവും. അമ്മമാര് കാഴ്ച. ആ ചേച്ചിമാരവിടെ മറ്റേ കൈവെട്ടിക്കലെടുക്കുന്ന താഴത്ത് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത്. ഇല്ലിക്കൽ കല്ലിൻ്റെ ടോപ്പിലെത്തിട്ടാ. ടോപ്പ് വ്യൂ ആണ്. നന്നായിട്ടാണ് ചേച്ചി, നല്ല ടോപ്പ് വ്യൂലാണ്ട. ടോപ്പിലെത്തി ഞാൻ ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക്. ഓക്കെ, ബാക്കിൽ കൂടി കയറി വരുന്നത് ആ കുരിശിന്റെ അടുത്താണ്. കുരിശ് ആ ടോപ്പില് ആ കുരിശ് കാണുന്നത് ബാക്ക് സൈഡിൽ കൂടി കയറി വരുന്നത്. നേരത്തെ അങ്ങനെ വന്നിരുന്നത് ഇത് ആ കുരിശിൽ കൂടി കയറി വന്നിട്ട് ഇതിൽ കൂടി ഇറങ്ങി അങ്ങോട്ട് പോവായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ബ്ലോക്കായി. പാറ പൊട്ടി പൊട്ടിപ്പോയതാണ് എടുത്ത അത് ആ ഇതിലല്ലേ നടന്ന് ഇങ്ങനെ കയറി അപ്പുറത്ത് ചെല്ലും. ഇപ്പൊ ബ്ലോക്ക് ചെയ്തേക്കണം. ആ കുരിശ് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്തതിന്റെ പേരില് ഇവിടെ ഒട്ടും വരാൻ പറ്റില്ല. ശരിക്കും ഈ കുരിശിന്റെ അടുത്ത് വരാൻ പറ്റുമായിരുന്നു ആദ്യമേ? ഇപ്പോഴും വരാൻ പറ്റില്ല. ബാക്ക് സൈഡ് അതിനൊരു പോയിന്റ് ഉണ്ട്. നമ്മളിവിടെ എത്തി ഇല്ലിക്കൽ കല്ല് കണ്ട് അടിച്ചൊളിച്ച് ഹാപ്പി ആയി.
തിരിച്ചിറങ്ങുവാണ് ഗൈസ്. എല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങാണ്. പിന്നെ പ്ലാസ്റ്റിക് ഒന്നും കൂടെ ഇടാൻ പാടില്ല. താഴത്തുനിന്ന് വാങ്ങുന്ന വെള്ളം കുപ്പിക്ക് ഒരു 20 രൂപ വാങ്ങും, പിന്നെ 30 രൂപ, അതായത് 10 രൂപയും കൂടി എക്സ്ട്രാ ബോട്ടിലും ചാർജ് ചെയ്യും. അപ്പോൾ നമ്മളത് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ 10 രൂപ തരും. അതാണ് ഇന്നത്തെ പരിപാടി. പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ഒഴിവാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളിത് ഒട്ടിച്ചേണ്ട. ഇത് ഞങ്ങളപ്പോൾ തിരിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ്. ചെറുപ്പക്കാർ ഇത് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഏറ്റവും വലിയ ചെറുപ്പക്കാരാണ് ആദ്യം. ചെറുപ്പക്കാരൻ പോകണ്ട, ചാടി പോകണം. ഷായിച്ചാട്ടെ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് 2 പോയിന്റാണ് ഉള്ളത്. ഒന്ന് ഇറങ്ങുമ്പോഴും യൂസ് ചെയ്യുക, ഒന്ന് കയറുമ്പോഴും യൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ അങ്ങനെയാണ് യൂസ്. അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്ക് വിശ്രമിച്ചിട്ടൊക്കെ പോകാനുള്ള ഒരു സ്പേസും ഉണ്ട്. പിന്നെ നല്ല രീതിയിൽ കാഴ്ചകളും കാണാം. മുതൽ നിൽക്കണ്ട ചെറുപ്പക്കാരനാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായച്ചെന്നാണ് ഷായിച്ചേട്ടൻ. ഷായിച്ചേട്ടൻ ഒരു ചെറുപ്പക്കാരൻ്റെ എല്ലാ ആവേശത്തിലും ഉണ്ടാ മല കയറി ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുത കാഴ്ച. വണ്ടി തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. ആ വണ്ടി പോയിട്ട് ഇത് പോകും. ഓരോ ദിവസം എത്ര ട്രിപ്പ് ഉണ്ടാകുന്നത്? ഇത് ശരിക്കും സൺഡേസ് ആണോ? സൺഡേസ് അല്ല സാധാരണ മഴ ടൈമിന് ആളുള്ളായിരിക്കും. അടിപൊളി കാഴ്ചകളാണ് ശരിക്കും ഇല്ലിക്കൽ കല്ലിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ. ശരിക്കും നമ്മൾ ഈ മല ഇറങ്ങുമ്പോഴാണ് ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയത്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഫ്രണ്ട് സീറ്റിലായിരിക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ദൃശ്യ മനോഹാരിത ശരിക്കും ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ അടിവാരത്തേക്ക് എത്തുകൊണ്ടാണ്ട് ഇവിടെ നിന്ന് വേണം നമ്മൾക്ക് നമ്മുടെ വണ്ടി കയറിയിട്ട് വീട്ടിലേക്ക് പോകണ്ട. കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇവിടുന്ന് വിട പറയുകയാണ്. അപ്പോൾ അടുത്ത വീണ്ടും കാണുന്നവരെ ബൈ.